നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ? നിനക്ക് നിന്റെ കുടുംബം ഓർമ്മയില്ലേ? അച്ഛനെ അമ്മയെ ഓർമ്മയില്ലേ? ജനിച്ച നാട് ഓർമ്മയില്ലേ? ഇല്ല സാർ. ഞാനിപ്പോ ഹോസ്പിറ്റൽ ഓണർ നാരായണമൂർത്തിയുടെ കാരുണ്യത്തിന്റെ പേരിൽ അവിടെ കഴിയാണ് സാർ. എന്റെ അമ്മയച്ഛനെ ആരും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സാർ. സാർ, സാറിനറിയോ എന്റെ നാട് എവിടെയാണെന്ന്? എന്റെ ബന്ധുക്കൾ ആരെങ്കിലും സാറിനറിയോ? സാർ, ഒന്നുകിൽ ഇവൻ പറയുന്ന സത്യം, അല്ലെങ്കിൽ ഇവൻ ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താനിരിക്കും. സാറിന് ഈ പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല സാർ. താനിപ്പോ ഒരു കാര്യം ചെയ്യ, പുറത്ത് വെയിറ്റ് ചെയ്യ. എനിക്കിപ്പോ അല്പം തിരക്കുണ്ട്. ശരി സാർ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? വരട്ടെ, നോക്കാം. വരൂ. ഇതാരീ നോട്ട് എഴുതിയത്? ഞാനാ. ഇതെഴുതിയതാരാ? അത് ഞാനാ. എന്തിനാ കുട്ടി കള്ളം പറയുന്നേ? ഈ കയ്യക്ഷരം കല്യാണിയുടേതല്ല. ആരെ എഴുതി തന്നെന്ന് മര്യാദയ്ക്ക് പറ. കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ക്ലാസ്സിൽ കള്ളത്തരം കാണിച്ച എന്താ ശിക്ഷ എന്നറിയാലോ? എനിക്ക് സുഖമില്ലാത്തോണ്ട് അച്ഛൻ എഴുതി തന്നതാ. ഞാൻ ഇന്ന് അച്ഛനോട് തന്നെ ചോദിക്കട്ടെ, അച്ഛനാണോ മകളാണോ പഠിക്കാൻ വരുന്നേന്ന്? അച്ഛനെ വിളിക്കണ്ട. അവിടെ പോയിരിക്കെ. വിളിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചെല്ല്. സോറി സാർ. ഞാൻ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് പോയതാ സാർ. സാർ അതെന്റെ പേരിൽ എന്നെ ഇറക്കി വിടരുത് സാർ.
പ്രൊഡക്റ്റ് വേണ്ടെന്നും പറയരുത്. സാർ പ്ലീസ് സാർ. ഓക്കെ, താനൊരു സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. പക്ഷെ ഇതുപോലെ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോ ഇത് ആവർത്തിക്കാൻ നിൽക്കരുത്. ഇല്ല സാർ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. സാറിന്റെ വീട്ടിൽ നിന്നാണോ വിളിച്ചത്? അല്ല, ഞാൻ കാരണം വല്ല ഫാമിലി പ്രോബ്ലം ഉണ്ടായാലോ എന്ന് ഒരു... വീട്ടിൽ നിന്നൊന്നുമല്ല, അയൽപക്കത്തൊരു ശല്യക്കാരി ടീച്ചറുണ്ട്, ഒരു പത്മ, അവരെ വിളിച്ചത്. പത്മ. ഒരഹങ്കാരിയ. താനൊരു കാര്യം ചെയ്യ, വാക്യൂം ക്ലീനർ ഞാൻ വാങ്ങുന്നത് വീട്ടിലേക്കാ. ഞാൻ എന്റെ കാർഡ് തരാം, വിളിച്ചിട്ട് നാളെ വീട്ടിലേക്ക് വന്നാൽ മതി. ആ, അവിടെ ആകുമ്പോ ഡെമോ കണ്ട് തീരുമാനിക്കാമല്ലോ. ഓക്കെ സാർ. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? സാർ, ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും സാറിന്റെ സ്റ്റാഫിനൊക്കെ ഒന്ന് ശുപാർശ ചെയ്യണേ. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. നോക്കാം. താൻ പോയിട്ട് നാളെ വാ. താങ്ക് യു സാർ.